മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അവൻ മേദിനിയിൽ വന്നു, പുരി ബേഥലഹേം തുടങ്ങി, ഗിരി കാൽവരിയിൽ വരെയും അതിവേദനകൾ സഹിച്ചു. ഗിരി കാൽവരിയിൽ വരെയും അതിവേദനകൾ സഹിച്ചു. സ്തുതി ചെയ്വിൻ യേശുവിനെ, അതിവന്ദിതനാമവനേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസ് ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഈ വേദഭാഗത്തിൻ്റെ ആദ്യത്തെ ആ വാക്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ഇനി അവസരം കിട്ടുമ്പോൾ അത് തുടർന്ന് ചിന്തിക്കാമെന്നും ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്കറിയാം, മിസ്രയീമിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ മോശയെ എടുത്തുപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടി നടത്തി ഇതുവരെയും എത്തിച്ച ആ മോശ താൻ മരിച്ചു. തുടർന്ന് ഈ ജനത്തെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ദൈവം തിരഞ്ഞെടുത്തത് മോശയുടെ ശുശ്രൂഷകനായിരുന്ന വളരെ പരിചയസമ്പന്നനായ വ്യക്തിയായ യോശുവയാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യോശുവയെക്കുറിച്ച് പറയുന്നത് മോശയുടെ ശുശ്രൂഷകനായിരുന്നു എന്നുള്ളതാണ് യോശുവയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. യോശുവയുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ നിലയിൽ ദൈവത്തിന് തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി ദൈവം യോഗ്യത നൽകി തിരഞ്ഞെടുത്തത് യോശുവയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ് നാം വായിച്ച ഈ വേദഭാഗത്തിൽ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ ജനം മരുഭൂമിയിൽ കൂടി മോശയോടും അവരെ നടത്തിയ ദൈവത്തോടും എത്രയോ പ്രാവശ്യം മത്സരിച്ചു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ജനത്തെയാണ് തുടർന്നും വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ മാനുഷികമായിട്ടുള്ള യാതൊരു കഴിവുകൾ കൊണ്ടും അവരെ ദൈവത്തിൻ്റെ ആ ദൗത്യം അനുസരിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന് ദൈവം യോശുവയെ ബലപ്പെടുത്തുകയാണ് തൻ്റെ വാഗ്ദത്തത്തിൽ കൂടെ എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നാം വായിച്ച വേദഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്: നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, യോശുവയെ പോലെ ശക്തനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവകാലത്ത് ആരുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അവിടെ പറയുകയാണ്, നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കയില്ലെന്ന് പറഞ്ഞാൽ നീയാണ് ഏറ്റവും വലിയ ശക്തനായ മനുഷ്യൻ എന്നുള്ളതാണ് ദൈവം യോശുവയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ
അതിൻ്റെ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം ഒരു ദൗത്യം നമ്മെ ഏൽപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ ദാസന്മാരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം പലപ്പോഴും ബലഹീനരായിരിക്കാം. നമ്മുടെ ശരീരത്തിൽ പല നിലകളിലുള്ള ബലഹീനതയുണ്ടായിരിക്കാം. എന്നാൽ നമ്മെ ബലപ്പെടുത്തുന്നത്, ധൈര്യപ്പെടുത്തുന്നത് കർത്താവാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം കർത്താവാണ് നമ്മുടെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, അത് ചെയ്യുവാനുള്ള ബലം തരുന്നത് നമ്മുടെ കർത്താവാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അവിടെ പൗലോസ് താൻ അനുഭവിച്ചതായ പല കഷ്ടങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ ബലഹീനനാണ്, എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യർ 12:10 അവിടെയും താനൊരു രോഗസംബന്ധമായിട്ട് താൻ ബലഹീനനായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഈ ബലഹീനതയോടുകൂടെ അല്ലെങ്കിൽ തൻ്റെ രോഗത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അവിടെ ദൈവം അവന് നൽകിയ വാഗ്ദത്തം എന്താണ്? പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 12-ാം അധ്യായം 9-ാം വാക്യം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ശക്തനാക്കുന്ന, നമുക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടേതായിരിക്കുന്ന യാതൊരു കഴിവോ നമ്മുടേതായിരിക്കുന്ന പരിജ്ഞാനമോ നമ്മുടേതായിരിക്കുന്ന അറിവോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവം തൻ്റെ ശക്തിയാൽ നമ്മെ ബലപ്പെടുത്തും. ദൈവം തൻ്റെ ശക്തിയാൽ നമ്മെ ബലപ്പെടുത്തിയാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമ്മെ എതിരിടുവാൻ കഴിയുകയില്ല. അതാണ് യോശുവയോട് ദൈവം പറഞ്ഞു, നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നാം എത്ര ഭാഗ്യവാന്മാരാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അതിനുള്ള കൃപ തരും, അതിനുള്ള ശക്തി തരും. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നാം ഈ പ്രതികൂല സാഹചര്യങ്ങളിലും അധൈര്യപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം, ഏത് പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യം, ആ തിരിച്ചറിവ് ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.